വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി UG 4-year UG ആണ്. ഇൻടേക്ക് 5 ജൂലൈ 2024 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ തേർഡ് സെമസ്റ്റർ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG BCom BBA BA എല്ലാ പേപ്പേഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. BCom BBA എല്ലാ പേപ്പേഴ്സും അവൈലബിൾ ആണ്. BAയുടെ ചില മെയിൻ പേപ്പേഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക, എല്ലാവർക്കുള്ള കോമൺ പേപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 4-year UG പ്രോഗ്രാംസ് ജൂലൈ 2024 അഡ്മിഷൻ BA BCom BBA തേർഡ് സെമസ്റ്റർ റെഗുലർ എക്സാമിനേഷൻ ഫെബ്രുവരി മാർച്ച് 2026. It is hereby notified that the registration for the third semester examinations of 4-year UG 2024 admission shall commence from 1/1/2026 through the link provided in the university website. നമുക്ക് അതിൻ്റെ ഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വിതൗട്ട് ഫൈൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് 17/1/2026 വിത്ത് ഫൈൻ ഓഫ് റുപ്പീസ് 210 19/1/2026. ദെൻ സൂപ്പർ ഫൈനോട് കൂടി 21-ാം തീയതി. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 31-ാം തീയതിയാണ് കേട്ടോ. ഫീ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. തേർഡ് സെമസ്റ്ററിന് വിത്തൗട്ട് ഫൈൻ 960, ഫൈനോട് കൂടി 1170, സൂപ്പർ ഫൈൻ ആകുമ്പോൾ 1485. ഇനി നമുക്ക് ടൈം ടേബിൾ ആണ് നോക്കണ്ടേ. എന്തായാലും നല്ല ഗ്യാപ്പ് എപ്പോഴും തരാറുണ്ട് ഇവർ എക്സാമിന്, അപ്പോൾ ഇവിടെ നമുക്കത് പ്രതീക്ഷിക്കാം. ആദ്യം നമുക്ക് മെയിനായിട്ട് BCom അല്ലേ നോക്കണ്ടേ. അപ്പോൾ BComന്റെ ഇത് BBA ആണ്. BComന്റെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് എക്സാം വരുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, സാറ്റർഡേ 31-ാം തീയതി. പിന്നെ ഫെബ്രുവരി 8-ാം തീയതി മലയാളം, പ്രായോഗിക മലയാളമാണ്. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അറബിക് ആണെങ്കിൽ അറബിക് അത്. പിന്നെ ഫെബ്രുവരി 14-ാം തീയതി ഫിനാൻഷ്യൽ ലിറ്ററസി പേപ്പർ വരുന്നു. ഏറ്റവും കൂടുതൽ കുട്ടികളതാണ് എഴുതുന്നത്. മാർച്ച് 7-ാം തീയതിയാണ് ഡാറ്റ അനലിറ്റിക്സ് വരുന്നത്. ദെൻ ലാസ്റ്റ് എക്സാം വരുന്നത് മാർച്ച് 15-ാം തീയതി ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഇങ്ങനെയാണ് ടൈം ടേബിൾ കേട്ടോ. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഓരോ സബ്ജക്ട്സിനും നിങ്ങൾ ടൈം മാറ്റി വയ്ക്കുക. ഓരോ സബ്ജക്ട്സിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. BAയുടെ ഒക്കെ ആകുമ്പോൾ സോഷ്യോളജിയുടെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഡേറ്റ്സ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങൾ, ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, അങ്ങനെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഒക്കെ ആരംഭിക്കുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.